മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സമരം ഇന്ന് കേരളത്തിന് മൊത്തം സമരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ ആശങ്കയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഇതിലിടപെടേണ്ട ഘടകങ്ങളെല്ലാം ഒരു തരം നിസ്സംഗ മനോഭാവം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. ഇത്രയേറെ സമാധാനപരമായി ഒട്ടും വൈകാരികതയില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമരം അതിന്റെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറാവേണ്ടതുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കേരളത്തിലെ നടന്നിട്ടുള്ള നിരവധി സമരങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് ഭിന്നമല്ല മുല്ലപ്പെരിയാറിന്റെ ചരിത്രവും. ആദ്യമൊക്കെ ചെറിയ തുടക്കങ്ങളായി വന്നിട്ടുള്ള സമരങ്ങൾ പിന്നീട് അത് കേരളത്തിലെ പൊതു സമൂഹം ഒന്നായി ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട്. തീർച്ചയായും ആ പാരമ്പര്യം തന്നെയായിരിക്കും മുല്ലപ്പെരിയാർ സമരത്തിലും ഉണ്ടാവാൻ പോകുന്നത്. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും കേരളത്തിലുമുള്ള ജനവിഭാഗങ്ങൾ. ഈ സമരത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിതിരിച്ചുവിടാതിരിക്കാൻ സന്ദർഭോചിതമായ ഇടപെടലുകളാണ് അനിവാര്യമായിട്ടുള്ളത്. ഈ സന്ദർഭോചിതമായ ഇടപെടലുകൾ വൈകുന്നിടത്തോളം ജനങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോയാലും അണക്കെട്ട് തകരുന്നതിനേക്കാൾ വലിയ അപകടത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. ഈ മുല്ലപ്പെരിയാറിലെ വിഷയത്തില് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമരങ്ങൾക്കും ഇവിടെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ MLA-മാർക്ക്, അതുപോലെ ദീർഘകാലമായി 1809 ദിവസമായി ഇവിടെ സമരം നടത്തി ഈ സമരത്തെ ലൈവായി നിർത്തിയിട്ടുള്ള ഈ സമരത്തിന്റെ സംഘാടകർക്ക് മുഴുവൻ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഴുവൻ പിന്തുണയും ഈ സമരത്തിന് അവസാന നിമിഷം വരെ